ആമേൻ. ഹല്ലേലൂയ. ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിപ്പാൻ പോകുന്ന വിഷയം വിശുദ്ധന്മാർ വാനഗോളങ്ങളിൽ. ഹല്ലേലൂയ. വാനഗോളങ്ങളിൽ. ആമേൻ. കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ദൈവദൂതന്മാർ അല്ല ദൈവമക്കൾ സ്വർഗത്തിലേക്ക് കർത്താവിനോടൊപ്പം കയറിപ്പോകുന്ന പ്രത്യേക അനുഭവം. ഹല്ലേലൂയ. ഒരു ഗാനം കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയാകട്ടെ. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. ഈ വിഷയം വിശുദ്ധന്മാർ വാനഗോളങ്ങളിൽ എന്നുള്ളത് 2 എപ്പിസോഡായിട്ട് ഇതിപ്പോൾ ആദ്യത്തെ ഭാഗം ഇപ്പോൾ നമ്മൾ കേൾക്കും. തുടർന്ന് നാളെ അടുത്ത ഭാഗം കേൾപ്പാൻ അവസരങ്ങളാക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാർ വാനഗോളങ്ങളിൽ. ആമേൻ. സ്തോത്രം. ഭൂമിയും സൂര്യനും ഉൾപ്പെട്ട ക്ഷീരപഥത്തിൽ 10,000 കോടിയിലധികം നക്ഷത്രങ്ങൾ ഉള്ളതാണ്. ആമേൻ. ആമേൻ. നമ്മുടെ പ്രപഞ്ചത്തിൽ ഇതുപോലുള്ള 10,000 കോടിയിലധികം നക്ഷത്ര സമൂഹങ്ങളുണ്ട്. ഓരോ നക്ഷത്ര സമൂഹങ്ങളിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണുള്ളത്. ആകാശഗംഗ ഗാലക്സിയിലെ ഒരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയും അതിലെ താരസമൂഹങ്ങളുടെ എണ്ണവും നമ്മെ വിസ്മയപ്പെടുത്തുമ്പോൾ മനസ്സിലുണ്ടാകാവുന്ന ചില ന്യായമായ ചോദ്യങ്ങളുണ്ട്. ദൈവം എന്തിനു വേണ്ടിയാണ് ഈ ഗോളങ്ങളെല്ലാം സൃഷ്ടിച്ചത്? ദൈവം ഭൂമിയെ എന്തിനു സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ എളുപ്പമുണ്ട്. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ജീവിക്കേണ്ടതിന് വേണ്ടി അത്രേ ആമേൻ ഭൂമിയെ സൃഷ്ടിച്ചത്. സൗരയൂഥത്തിലെ ഒരു ചെറിയ ഗോളമായ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ ഇത്രയധികം പ്ലാനും പദ്ധതിയും ദൈവത്തിനുണ്ടായിരുന്നുവെങ്കിൽ സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളെയും
10,000 കോടി നക്ഷത്രങ്ങളുള്ള ആകാശഗംഗയെയും മറ്റിതര ഗാലക്സികളെയും കുറിച്ചും ദൈവത്തിന് എത്ര വലിയ പ്ലാനും പദ്ധതിയും ഉണ്ടായിരിക്കും. പ്രപഞ്ചത്തിൻ്റെ ഒരു പടം വരച്ചാൽ അതിൽ ഭൂമിയുടെ സ്ഥാനം രേഖപ്പെടുത്തുവാൻ പോലും സ്ഥലം കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രപഞ്ചത്തിൽ ഭൂമിയുടെ സ്ഥാനം അത്ര ചെറുതാണ്. ഭൂമിയെപ്പോലുള്ള ലക്ഷക്കണക്കിന് ഭൂമികളെ ഒരുമിച്ച് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളാണ് പ്രപഞ്ചത്തിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്നത്. ദൈവം എന്തിനാണ് ഈ നക്ഷത്ര സമൂഹങ്ങളെയെല്ലാം സൃഷ്ടിച്ചത്? ലളിതമായ ഒരു ഉത്തരമുണ്ട്. ആമേൻ. ഗഹനമായ മറുപടി വേറെയുമുണ്ട്. ലളിതമായ ഉത്തരം, സൃഷ്ടിതാവായ ദൈവം ഉദ്ദേശമില്ലാതെ വെറുതെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ച സകല ഗോളങ്ങളുടെയും പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ആമേൻ പലതിനെക്കുറിച്ചും നമുക്കിപ്പോൾ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും ചില ചിന്തകൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. കത്തി ജ്വലിക്കുന്ന നക്ഷത്രങ്ങൾ പോലും സമയമാകുമ്പോൾ അതിനെ ആമേൻ വാസയോഗ്യമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമല്ലോ. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച ഗോളങ്ങളിലെല്ലാം തൻ്റെ സൃഷ്ടികൾ നിറയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ആരംഭ പ്രവർത്തനം മാത്രമായിരുന്നു ഭൂമിയിൽ ദൈവം നടത്തിയ സൃഷ്ടികൾ. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള വൃത്താന്തം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 2:27-28 വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് തെളിവായി കാണാൻ കഴിയും. മനുഷ്യനിൽ പാപം പ്രവേശിക്കുന്നതിന് മുമ്പേ ദൈവം അവന് കൊടുത്ത അനുഗ്രഹങ്ങളാണ് മേലുദ്ധരിച്ചത്. മനുഷ്യൻ പാപം ചെയ്യാതിരുന്നെങ്കിൽ പാപമില്ലാത്ത ഒരു മനുഷ്യ സമൂഹം ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നു. പാപം മുഖാന്തരമാണ് മനുഷ്യനിൽ ശാപവും രോഗവും മരണവും ഉണ്ടായത്. പാപം മനുഷ്യനിൽ പ്രവേശിച്ചില്ലായിരുന്നുവെങ്കിൽ ശാപവും രോഗവും മരണവും ഇല്ലാത്ത ഒരു മനുഷ്യ സമൂഹം ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നു. ദൈവം അങ്ങനെ ഒരു സമൂഹത്തെയാണ് വിഭാവന ചെയ്തിരുന്നത്. എന്നാൽ ആദിമ മനുഷ്യൻ പാപത്തെ സ്വാഗതം ചെയ്തു. തന്മൂലം ആമേൻ ശാപവും രോഗവും മരണവും മനുഷ്യനിലുണ്ടായി. പാപം മനുഷ്യനിൽ പ്രവേശിച്ചില്ലായിരുന്നുവെങ്കിൽ മരണമില്ലാതെ മനുഷ്യൻ വർദ്ധിച്ചു പെരുകുമായിരുന്നു. അങ്ങനെ ഭൂമിയിൽ മനുഷ്യൻ വർദ്ധിച്ചു പെരുകി കഴിയുമ്പോൾ അവരെ അടുത്ത ഗോളങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുമായിരുന്നു. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ തൻ്റെ സൃഷ്ടിജാലങ്ങൾ കൊണ്ട് നിറയുമായിരുന്നു. ദൈവത്തിൻ്റെ ഈ വൻപൻ പദ്ധതിയാണ് പാപമുഖാന്തരം സാത്താൻ തകിടം മറിച്ചത്. ദൈവം സർവശക്തനാകയാൽ ആത്യന്തിക വിജയം ദൈവത്തിനുള്ളതാണ്. തൻ്റെ പദ്ധതികളൊന്നും പൂർത്തിയാകാതെ വരികയുമില്ല. തകിടം മറിക്കപ്പെട്ട തൻ്റെ പദ്ധതികളെ ന്യായമായ നിലയിൽ പൂർത്തീകരിക്കുവാൻ ആമേൻ പരിശ്രമിക്കുന്നത് കൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ അല്പം സമയം വൈകുന്നുവെന്നുള്ള തോന്നലുകൾ ശരിയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ പാപമോചനവും നഷ്ടപ്പെട്ടുപോയ സകലത്തിൻ്റെയും വീണ്ടെടുപ്പും ഉണ്ട്. ആമേൻ. പാപം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ പ്രാപിക്കുന്നത്, ആമേൻ, തകിടം മറിഞ്ഞതെല്ലാം നേരെയാക്കുന്നതും പൂർത്തീകരിക്കപ്പെടാത്തതിനെയെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതുമായ രംഗങ്ങളാണ് വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ താളുകളായ അപ്പോക്കാലിപ്പയിൽ പറയുന്നത്. ആമേൻ. അതിൽ മനുഷ്യന് പാപം മുഖാന്തരം നഷ്ടമായ മരണരഹിതമായ ജീവിതവും പാപരഹിതമായ വംശവർദ്ധനവും സൂചനകളും ഗ്രഹിക്കുവാൻ കഴിയും. വംശവർദ്ധനവ് പാപത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടായതല്ല. തന്മൂലം വിവാഹ ജീവിതവും വംശവർദ്ധനവും
വിശുദ്ധിയുടെ മേഖലയിൽ ഉൾപ്പെട്ടതും വിശുദ്ധന്മാർക്ക് അനുവദിക്കപ്പെട്ടതുമാണ്. അതായത് ന്യായമായ നിലയിൽ മക്കൾ ജനിക്കുന്നതുകൊണ്ട് അമ്മയപ്പന്മാർ അശുദ്ധരാകുന്നില്ല. ഇത് മുഖാന്തരം അവരുടെ വിശുദ്ധ ജീവിതത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. വംശവർദ്ധനവും ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടതും ദൈവം അനുവദിച്ചതും അനുഗ്രഹിച്ചതുമാകയാൽ വംശവർദ്ധന പ്രക്രിയ വിശുദ്ധമാണ്. ഈ ചിന്തയോടുകൂടി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. ആമേൻ. പുതിയ യെരുശലേം സ്ഥാപിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ സഹസ്രാബ്ദ ഭരണത്തിന് ശേഷമാണ്. ഹല്ലേലൂയ. പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരുശലേമും എല്ലാം ഈ വാഴ്ചയിൽ പുതുക്കപ്പെട്ടതാണ്. പുതിയ യെരുശലേം വാഴ്ചയിൽ മരണമില്ല, കാരണം അവിടെ പാപമില്ല. തന്മൂലം ശാപവും രോഗവും മരണവുമില്ല. അതായത് ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ച അവസ്ഥയെപ്പോലെ അനുഭവം. അതായത് പുതിയ യെരുശലേമിൽ പ്രവേശിക്കുന്നവരാരും പിന്നീട് മരിക്കുന്നില്ല. ജനസമൂഹങ്ങളെ വേദപുസ്തകം 3 നിലയിലാണ് തിരിച്ചിരിക്കുന്നത്. അബ്രഹാമിൻ്റെ മക്കൾ, വിജാതിയർ, ദൈവസഭ. ഈ 3 സമൂഹത്തിൽ നിന്നും പാപം മോചിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ടവർ പുതിയ ഭൂമിയിൽ പ്രവേശിക്കുന്നു. ഈ 3 കൂട്ടരിൽ ജാതികളുടെ ഒരു സമൂഹം മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദാമ്യ ശരീരത്തിന് തുല്യതയുള്ളവരായിരിക്കും. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് വർദ്ധിച്ചു പെരുകുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ മരണമില്ലാതെ വർദ്ധിച്ചു പെരുകി ഭൂമിയും പ്രപഞ്ചം മുഴുവനും നിറയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മനുഷ്യൻ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അവൻ പാപിയായിപ്പോയി. തന്മൂലം ശാപവും രോഗവും മരണവും മനുഷ്യനിൽ വന്നു. ഈ പരാജയം മാറി വിജയമായി തീരണമെങ്കിൽ മനുഷ്യന് മരണം കൂടാതെ വർദ്ധിച്ചു പെരുകുവാൻ ഒരു അവസരം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവത്തിനുണ്ടായിരുന്ന ആദ്യത്തെ പ്ലാനുകളും ദൈവം കൽപ്പിച്ച ആദ്യത്തെ കൽപ്പനയും നിറവേറുകയുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിൽ വരുത്തേണ്ടതിനും തൻ്റെ കൽപ്പന മനുഷ്യൻ നിവർത്തിക്കണമെങ്കിൽ പാപരഹിതരായി രഹിതമായ ആദാമ്യ തുല്യമായ ഒരു ശരീരവും മരണമില്ലാത്ത വംശവർദ്ധനവും ഉണ്ടാകണം. ഈ അവസ്ഥയിൽ ദൈവസഭയിലെ വിശ്വാസികൾ വരുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ജഡരക്തങ്ങളിൽ ഇല്ലാത്തവരും അവിവാഹിതരായ ദൂതതുല്യരും രൂപാന്തര ശരീരധാരികളുമായിരിക്കും. ഒരുപക്ഷെ 1000 വർഷത്തെ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഫലമായി ക്രിസ്തുവിൻ്റെ പരിഹാര ശക്തി മുഖാന്തരമായും ഒരു ജനസമൂഹം മരണം കൂടാതെ പാപരഹിതരായി പുതിയ യെരുശലേമിൽ പ്രവേശിക്കുകയും അവർ വർദ്ധിച്ചു പെരുകി ദൈവത്തിൻ്റെ മുൻ തീരുമാനം നടപ്പിൽ വരുത്തുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ ഇവിടെ പകർത്തി എഴുതുന്നു. ഹല്ലേലൂയ. പുതിയ യെരുശലേമിൻ്റെ വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്കക്കരെയും ഇക്കരെയും ജീവവൃക്ഷങ്ങളുണ്ട്. അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. വെളിപ്പാട് പുസ്തകം 22-ന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ ഈ വാക്യങ്ങൾ നാം വായിച്ച ജാതികൾ ആദാമ്യ ശരീര തുല്യരാണ്. എന്തുകൊണ്ടെന്നാൽ ജീവവൃക്ഷത്തിൻ്റെ ഇലകൾ അവരുടെ ആരോഗ്യത്തിന് ഉതകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗശാന്തി ഉതകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാഷാപരമായ വൈകല്യ മാത്രമാണ്. പുതിയ യെരുശലേമിൽ പ്രവേശിക്കപ്പെടുന്ന രൂപാന്തരധാരികളായ വിശുദ്ധന്മാർക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുവാൻ അനുവാദമുണ്ട്. പക്ഷേ ഇത് അവരുടെ ആരോഗ്യവുമായി യാതൊരു ബന്ധവുമില്ല. ഭക്ഷിച്ചാലും ഇല്ലെങ്കിലും രൂപാന്തരം പ്രാപിച്ച വിശുദ്ധന്മാരുടെ ആരോഗ്യം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ കാണുന്ന ജാതികളുടെ ശരീരാവസ്ഥ അപ്രകാരമല്ല. അവരെ
സംബന്ധിച്ചിടത്തോളം ജീവവൃക്ഷത്തിന്റെ ഇല അവരുടെ ആരോഗ്യത്തിന് ഉതകുന്നതാണ്. തന്മൂലം ഇവർ ആദാമ്യ ശരീരത്തിന് തുല്യ ശരീരധാരികളെന്ന് ഊഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഇവർ മരണമില്ലാതെ വർദ്ധിച്ച് ഇരിക്കുവാനാണ് സാധ്യത. ഭൂമി മുഴുവൻ ഇവർ നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ഗോളങ്ങളിലേക്ക് മനുഷ്യർ മാറി താമസിക്കുവാൻ തുടങ്ങും. വിശുദ്ധന്മാർ അവരുടെ മേൽ ഭരണം നടത്തുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് ബൈബിൾ തരുന്ന മറ്റൊരു സൂചന ശ്രദ്ധിക്കുക. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നുകൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22-ന്റെ 5-ാമത്തെ വാക്യം നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ആമേൻ. ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തുവിനു വേണ്ടി അപമാനങ്ങളും കഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചവരെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് നാളെ ബാക്കി ഭാഗം ചിന്തിക്കാം. എല്ലാവരെയും ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ പാട്ടുകളെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ച് ആ എളിയവനാകുന്ന അടിയൻ എഴുതിയതും അതനേകർക്ക് പ്രയോജനകരമായി തീർന്നു എന്നുള്ളതിൽ ദൈവത്തെ അധികം മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാൻ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ,
ഇന്ന് ഈ സമയം ഞങ്ങൾക്ക് നിന്റെ വചനത്തിൽ നിന്ന് കർത്താവ്, വിശുദ്ധന്മാർ വാനഗോളങ്ങളെ താണ്ടി അവിടുത്തെ സന്നിധിയിൽ സ്തോത്രമായിരിക്കുന്ന വിശുദ്ധന്മാർക്കുള്ള സ്തോത്രം, ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം വിശുദ്ധന്മാർ വാനഗോളങ്ങളിൽ, ആമേൻ, ഭൂമിയിലെ എല്ലാ ഇടവും നിറഞ്ഞു കഴിഞ്ഞാലും വാനഗോളങ്ങളിൽ, പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈ ഗോളങ്ങളിലെല്ലാം മനുഷ്യൻ, ആമേൻ, നിറയപ്പെടുവാൻ കഴിയും. അതുപോലെ അത്ര വിശാലമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരും കർത്താവെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കർത്താവിൽ സമർപ്പിച്ചവരായി ദൈവമക്കളായി തീരുവാൻ കർത്താവ് ഏവർക്കും ഇടയാക്കണമേ. അവിടുന്ന് കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ ഒരുക്കി നിർത്തി കർത്താവിൻ്റെ കൃപപ്രകാരം കർത്താവെ നടത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വവും തിരുമേനിക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏവർക്കും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.